മുംബൈയിൽ വേൾഡ് മലയാളി കൗൺസിൽ സംഘടിപ്പിച്ച മെഗാ ചാരിറ്റി ഷോയും ഗോൾഡൻ ഹാർട്സ് ഫിലിം അവാർഡ് നിശയും കലയും സാമൂഹ്യ പ്രതിബദ്ധതയും കൈകോർത്ത വേദിയായി. പ്രമുഖ ചലച്ചിത്ര താരങ്ങളും വ്യവസായ പ്രമുഖരും പങ്കെടുത്ത ചടങ്ങ് ശ്രദ്ധേയമായി. മുംബൈയിലെ പ്രശസ്ത വേദിയായ ഷൺമുഖാനന്ദ ഹാളിൽ നടന്ന വേൾഡ് മലയാളി കൗൺസിൽ മുംബൈ പ്രൊവിൻസ് സംഘടിപ്പിച്ച മെഗാ ചാരിറ്റി ഷോയായ താരനിശയും ഗോൾഡൻ ഹാർട്സ് ഫിലിം അവാർഡ് നിശയും ശ്രദ്ധേയമായി. പരിപാടിയുടെ ഉദ്ഘാടനം ഭദ്രദീപം കൊളുത്തി വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ നിർവഹിച്ചു. ഈ ബോംബെ പ്രോവിൻസ് പോലെ ഇത്രയും നല്ലൊരു പ്രോവിൻസ്, ഇത്രയും ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ചെയ്യുന്ന ഒരു പ്രോവിൻസ് ഐ ഹാവ് നെവർ സീൻ ഇൻ മൈ ലൈഫ്. പ്രസിഡന്റ് കെ നമ്പ്യാർ, സെക്രട്ടറി എം കെ നവാസ്, ചെയർമാൻ ഗോകുൽദാസ് മാധവൻ, ട്രഷറർ രാജേഷ് മാധവൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ചലച്ചിത്ര രംഗത്തെ പ്രമുഖർക്കായി സംഘടിപ്പിച്ച ഗോൾഡൻ ഹാർട്സ് ഫിലിം അവാർഡ് നിശയിൽ നടന്മാരായ ജോജു ജോർജ്, പ്രകാശ് വർമ്മ, ശ്വേത മേനോൻ, മുരളി ഗോപി, മാളവിക മോഹൻ, ദർശന രാജേന്ദ്രൻ, നന്ദു പൊതുവാൾ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. യൂത്ത് ഐക്കൺ പുരസ്കാരം സംഗീത് പ്രതാപിന് സമ്മാനിച്ചു. നിർമ്മാതാക്കളായ ആന്റണി പെരുമ്പാവൂർ, ഗുഡ് നൈറ്റ് മോഹൻ കൂടാതെ കെ മാധവൻ എന്നിവർക്കും പുരസ്കാരങ്ങൾ കൈമാറി. ഗോകുലം ഗോപാലിനു വേണ്ടി വി സി പ്രവീൺ പുരസ്കാരം ഏറ്റുവാങ്ങി. സംഗീതവും ഹാസ്യവും കലർന്ന നാദിർഷ നയിച്ച സ്റ്റേജ് ഷോയും ചടങ്ങിന് നിറം പകർന്നു. വിനോദവും സാംസ്കാരിക ആഘോഷവും ഒരുമിച്ചെത്തിയ മെഗാ ചാരിറ്റി ഷോയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. വേൾഡ് മലയാളി കൗൺസിൽ മുംബൈ പ്രൊവിൻസിന്റെ വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ട്രഷറർ രാജേഷ് മാധവൻ വിശദീകരിച്ചു. World Malayali Council Mumbai Province began its social initiatives in areas of healthcare and education, recognizing the timely support. സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്തം മുൻനിർത്തി ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുമെന്ന് സംഘാടകർ അറിയിച്ചു. കലയും കാരുണ്യവും കൈകോർത്ത വേൾഡ് മലയാളി കൗൺസിലിന്റെ മെഗാ ചാരിറ്റി ഷോ മുംബൈയിലെ മലയാളി സമൂഹത്തിന് ശ്രദ്ധേയമായ സാംസ്കാരിക സാമൂഹ്യ വേദിയായി മാറി. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം കാണാം കൂടുതൽ വാർത്തകളും വിശേഷം. ആ ഒരു ചിന്ത മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് ഒരു തമാശ രീതിയിൽ പറഞ്ഞത് ഇലക്ഷനൊക്കെ അല്ലേ, എനിക്കൊരു പാട്ട് എഴുതിക്കൂടെ എന്ന് ചോദിച്ചപ്പോഴൊന്നും